ദില്ലിയിൽ നടന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച അലസിപ്പിരിഞ്ഞു. ചർച്ച പൂർത്തിയാക്കാതെ ചെന്നിത്തല മടങ്ങി. വയനാടിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്കില്ലെന്നും ടി സിദ്ദിഖ് തന്നെ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിൽ ഉമ്മൻചാണ്ടി. 4 സീറ്റുകളുടെ കാര്യത്തിലെ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. വൈകിട്ടോടെ 4 സീറ്റിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുല്ലപ്പള്ളി. അതേസമയം സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് മുകുൾ വാസ്നിക്. അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി എടുക്കും. ഇന്നോ നാളെയോ അന്തിമ തീരുമാനമെന്നും മുകുൾ വാസ്നിക്. The seats from Kerala, 12 seats were cleared and we have already made the announcement. The remaining seats are yet to be decided, and the moment we take a decision on them, we will make it. I won't be telling you the time today, tomorrow or anything like that, but we are in the process of finalizing, and the moment we finalizing, certainly without losing any time, we will make the announcement. സന്തോഷ് സാർലിംഗ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സന്തോഷ്, വയനാട് സീറ്റിലെ ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തമാണോ ഇപ്പോഴും 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്? ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിനും സാധിക്കുമെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ കരുതാൻ പറ്റുമോ? മനു, എന്തായാലും ഇന്ന് രാവിലെ ഏറ്റവും അവസാനമായി ആരംഭിച്ച ചർച്ചകളെല്ലാം ആസ്ഥാനത്തായിരിക്കുന്നു. രാവിലെ മുല്ലപ്പള്ളിയുടെ ബസ്തിയിലായിരുന്നു രമേശ് ചെന്നിത്തല എത്തി ചർച്ച ആരംഭിച്ചത്. പക്ഷേ ഡൽഹിയിലുള്ള ഉമ്മൻചാണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല, വിട്ടുനിന്നു. അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു എ ഗ്രൂപ്പ് ടി സിദ്ദിഖിന് വേണ്ടി വയനാട് സീറ്റിൽ പിടിമുറുക്കുന്നു എന്നതാണ്. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ഉമ്മൻചാണ്ടിയാകട്ടെ ഈ വയനാട് സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചതിലുള്ള പ്രതിഷേധവും ഉമ്മൻചാണ്ടി അറിയിച്ചു. പിന്നീട് അരമണിക്കൂറിനുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തല ചർച്ചയിലുള്ള തന്റെ പ്രതിഷേധം അറിയിച്ച് ഇറങ്ങിപ്പോയി. കാരണം ഏതെങ്കിലും തരത്തിൽ ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായത്. ഐ ഗ്രൂപ്പിന്റെ കൈവശമുള്ള സിറ്റിംഗ് സീറ്റാണ്. ഒരു കാരണവശാലും എ ഗ്രൂപ്പിന് വിട്ടു നൽകാനാകില്ല. എ ഗ്രൂപ്പ് ആകട്ടെ ഇത് കാലാകാലങ്ങളായ ഐ ഗ്രൂപ്പിന്റെ കൈവശം സൂക്ഷിക്കാനുള്ളതല്ല ഈ മണ്ഡലം എന്ന രീതിയിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സംസാരം. 2 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പോലും ഉമ്മൻചാണ്ടി തന്റെ നിലപാട് അറിയിച്ചു. ടി സിദ്ദിഖിന് വേണ്ടി തന്നെ മണ്ഡലം നൽകണം, ഇതിലൊരു മാറ്റവുമില്ല. മറ്റേത് സ്ഥാനാർത്ഥിയെ അവിടെ നിയോഗിച്ചാലും അതിനെതിരെയുള്ള എതിർപ്പുണ്ടാക്കും എന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടിയെ ഡൽഹിക്ക് വീണ്ടും വിളിപ്പിച്ച് ഇന്നൊരു അനുനയ ശ്രമം നടത്തിയത്. അത് പാളിപ്പോയി. എന്തായാലും രമേശ് ചെന്നിത്തല തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഇപ്പോൾ ഡൽഹിയിൽ തന്നെയുണ്ട്. മുല്ലപ്പള്ളി വൈകുന്നേരം 6 മണിയോടെ ഇവിടെ നിന്ന് മടങ്ങും. ഇതിനിടയിൽ മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടി AICC ആസ്ഥാനത്തെത്തി. അതിനുശേഷം മുകുൾ വാസ്നിക്കിനെ മുല്ലപ്പള്ളി പ്രത്യേകം കണ്ട് തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട മുകുൾ വാസ്നിക്കാണ് ചർച്ച പുരോഗമിക്കുന്നുണ്ട്, ഒരു തീരുമാനമായിട്ടില്ല എന്നറിയിച്ചത്. മനു, പക്ഷേ ഇപ്പോഴും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വലിയ വെല്ലുവിളി ഹൈക്കമാൻഡിന് മുന്നിലും ഉയർത്തുന്നില്ലേ? കാരണം വയനാട് സീറ്റ് വേണമെന്ന എ ഗ്രൂപ്പിന്റെ വാദം ടി സിദ്ദിഖിന് വേണ്ടി ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുന്നു. സിദ്ദിഖ് അല്ലാതെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ എ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സഹകരണം ഏത് രീതിയിലാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും ആ വെല്ലുവിളി ഇപ്പോഴും തുടരുകയല്ലേ സന്തോഷ്? തീർച്ചയായും മനു, ഈ ഹൈക്കമാൻഡ് മുമ്പിലേക്ക് വരുന്നു എന്ന് പറയുന്നത് സ്വാഭാവികം കേരളത്തിലെ ഘടകത്തിൽ അത് വലിയൊരു പ്രശ്നമായി മാറിയത് കൊണ്ട് മാത്രമാണ് ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വന്നത്. 16 ലോക്സഭാ സീറ്റുകൾ, അതിൽ 12 ലോക്സഭാ സീറ്റുകൾ ഇല്ലാത്ത പ്രതിസന്ധിയാണ് ഈ 4 ലോക്സഭാ സീറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 4 ലോക്സഭാ സീറ്റിലെ നിർണയത്തിൽ AI ഗ്രൂപ്പുകളുടെ പിടിവാശി ഹൈക്കമാൻഡ് ഇത്രയേറെ പ്രതീക്ഷിച്ചില്ല. സാധാരണ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ ചർച്ചയിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വയനാട് സീറ്റിലാകട്ടെ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ച രീതിയിലാണ് പ്രവർത്തനങ്ങളും അവരുടെ അവകാശവാദങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ടി സിദ്ദിഖ് തന്നെയാണ് സ്ഥാനാർത്ഥി, അതിനപ്പുറം മറ്റൊരു സ്ഥാനാർത്ഥി വയനാട്ടിലില്ല എന്ന്. ഐ ഗ്രൂപ്പ് ആകട്ടെ അതിലൊരു വിട്ടുവീഴ്ചയും തരാം. ഇന്ന് മുല്ലപ്പള്ളിയുടെ വസതിയിൽ നടന്ന ചർച്ചയിലും അതിന്റെ പേരിലായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള വാഗ്വാദം. ഉമ്മൻചാണ്ടി എത്തിയതിനു ശേഷം തന്നെ എന്തിനും വീണ്ടും വിളിച്ചു വരുത്തിയെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. കാരണം ഈ ടി സിദ്ദിഖ് അല്ലാതെ മറ്റൊരു പേരുമില്ല അവിടെ. വയനാട് എ ഗ്രൂപ്പിന് തന്നെയാണ്. അതിലൊരു ചർച്ചയും
പ്രസക്തിയുമില്ല. ഐ ഗ്രൂപ്പ് ആകട്ടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിട്ടുവീഴ്ചയ്ക്ക് ഐ ഗ്രൂപ്പും തയ്യാറല്ല. വിട്ടുവീഴ്ച വേണ്ടത് എ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഐ ഗ്രൂപ്പ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലടക്കം എ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ടി സിദ്ദിഖാണ് വയനാട് മത്സരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലും അത് അംഗീകരിക്കുന്നില്ല ഐ ഗ്രൂപ്പ്. അതാണ് മുഗൾ വാസ്നിക്ക് വലിയൊരു പ്രതിസന്ധിയായത്. ഇന്ന് അദ്ദേഹത്തിന് ആദ്യമായി അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോഴും തങ്ങൾ ഈ ചർച്ചയിലാണ്, ഫൈനലൈസ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്ന് മുഗൾ വാസ്നിക്കിന് പോലും സമ്മതിക്കേണ്ടി വന്നത് ഐ ഗ്രൂപ്പുകളുടെ ഈ പിടിവാശി നേരിട്ടറിഞ്ഞതുകൊണ്ടാണ്. കഴിഞ്ഞ ചൂണ്ടിക്കാണി പിന്നെ ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് തന്നെ മത്സരിക്കുമ്പോൾ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ. പക്ഷേ ഈ വടകരയുടെ സീറ്റിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വയനാടാകട്ടെ ഉള്ള സ്ഥാനാർത്ഥിയുടെ പേരിലാകട്ടെ രൂക്ഷമായ തർക്കവും. വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച മണ്ഡലമായി കരുതുന്നത് കൊണ്ടാണ് ഇത്തരമൊരു തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ആരെ നിർത്തിയാലും വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഐ ഗ്രൂപ്പുകൾ ഈ സീറ്റിന് വേണ്ടി വാശി പിടിക്കുന്നത്. അതേസമയം വടകരയിലാകട്ടെ പി ജയരാജനെതിരെ ഒരു സ്ട്രോങ് ആയ കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ കഴിയാത്തൊരു പ്രതിസന്ധി കൂടി ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ ചർച്ചയിലുടനീളം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിസന്ധി വളരെ ശക്തമായി മാറുകയും ചെയ്യുന്നുണ്ട്. ശരി, സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബാക്കിയുള്ള 4 സീറ്റുകളെ ചൊല്ലി ഗ്രൂപ്പ് പോരും തർക്കവും രൂക്ഷമായി തുടരുകയാണ്. വയനാട് സീറ്റിനെ ചൊല്ലിയാണ് ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്നത്. വയനാട് സീറ്റ് ടി സിദ്ദിഖിന് തന്നെ നൽകണമെന്ന് ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി. അതേസമയം ഐ ഗ്രൂപ്പിന്റെ സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിനാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. ഈ ഗ്രൂപ്പുകളിൽ വിമർശനവുമായി VM സുധീരൻ രംഗത്തെത്തി. കോൺഗ്രസിലെ ഗ്രൂപ്പ് അതിപ്രസരം ജനങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നുവെന്നും തർക്കവും വടംവലിയും നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും സുധീരൻ പറഞ്ഞു. മടുപ്പിക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടു പോകുന്നതിൽ, കാലതാമസം എടുക്കുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൈകിട്ടോടെ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ, വയനാട് സീറ്റുകളിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. ധാരണയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഉണ്ടാകാൻ എന്തെങ്കിലും സീരിയസ് ആയ വല്ല പ്രശ്നം വേണ്ട. ഹൈക്കമാൻഡ് ഞങ്ങൾ അന്ന് തന്നെ വിട്ടല്ലോ. 4 സീറ്റ് ഹൈക്കമാൻഡ് വിട്ടു എന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം ഇന്ന് അനൗൺസ് ചെയ്യും കേട്ടോ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കാസർഗോഡ് കോൺഗ്രസിൽ ഉയർന്ന കലാപം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് താൽക്കാലികമായി ഒതുക്കി. അഡ്വക്കേറ്റ് സുബൈറായ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നിൽ DCCയിലെ ചില ഉന്നത നേതാക്കൾ തന്നെയാണെന്ന് DCC ഭാരവാഹികൾ ആരോപണം ഉന്നയിച്ചു. സ്ഥാനാർത്ഥി ആര് തന്നെയായാലും കാസർഗോഡ് LDF മേൽക്കൈ തുടരുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിലെവിടെയും ഉയർന്നു വന്നിട്ടില്ലാത്തതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര്. എന്നാൽ കാസർഗോട്ടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം മുതൽ സജീവമായി നിന്നതാണ് KPCC അംഗം B സുബയ്യറയുടെ പേര്. പെരിയ ബാലകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകൾ പരിഗണിച്ചുവെങ്കിലും സുബയ്യറയ്ക്കായിരുന്നു മുൻതൂക്കം. DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ ഇടപെട്ട് സുബയ്യറയുടെ സീറ്റ് നിഷേധിച്ചുവെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയുണ്ട്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ: സുബയ്യറയെ ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ ചിലർ കളിച്ചു എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോ ചിലരുടെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ ജില്ലക്കകത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടി നടത്തിയെന്ന് ഒരു എല്ലാവർക്കും ഒരു പൊതു സംസാരമുണ്ട്. DCC പ്രസിഡന്റിന്റെ ചില ചെയ്തികളോട് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഞങ്ങൾ KPCCയോട് ആ എതിർപ്പ് പലപ്പോഴും രേഖപ്പെടുത്തിയതാണ്. സുബയ്യറയ്ക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കലാപം ഉയർന്നു. 18ഓളം DCC അംഗങ്ങളും ഭാരവാഹികളും രാജിക്കൊരുങ്ങിയെങ്കിലും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം കുറിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റാമെന്ന് ഉറപ്പു ലഭിച്ചതായാണ് പ്രതിഷേധക്കാരുടെ അവകാശവാദം. അതിനാൽ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി തങ്ങൾ രംഗത്തിറങ്ങുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധമുണ്ടെങ്കിലും അഡ്വക്കേറ്റ് സുബയ്യറൈ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. UDF സ്ഥാനാർത്ഥി ആരായാലും LDFിനത് പ്രശ്നമല്ലെന്നും മണ്ഡലത്തിലെ LDF മേൽക്കൈ ഒരു ഘട്ടത്തിലും നഷ്ടപ്പെടില്ലെന്നും സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അത് LDFിന്റെ വിജയസാധ്യതയെ ബാധിക്കുന്നതല്ല. കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ മനമെടുപ്പുണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
സ്ഥാനാർത്ഥി ആരായാലും അത് LDFനെ ബാധിക്കുന്നതല്ല. LDF ഇതര വോട്ടുകൾ ഉൾപ്പെടെ LDFന് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ഇന്നലെ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. ഇന്ന് ഉദുമ മണ്ഡലത്തിലാണ് സതീഷ് ചന്ദ്രന്റെ പര്യടനം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. പട്ടികയെ ചൊല്ലി BJPയിൽ പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങുകയാണ്. പട്ടികയിൽ വീണ്ടും മാറ്റങ്ങൾ. കെ സുരേന്ദ്രന് ആറ്റിങ്ങൽ, അൽഫോൺസ് കണ്ണന്താനം കൊല്ലം, ടോം വടക്കൻ എറണാകുളം എന്നിവർ പരിഗണനയിൽ. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച പട്ടികയിൽ കെ സുരേന്ദ്രനും കണ്ണന്താനവും കടുത്ത അതൃപ്തിയിലാണ്. തന്റെ അതൃപ്തി കണ്ണന്താനം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് BJP. സീറ്റിനായി രംഗത്തുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ, അൽഫോൺസ് കണ്ണന്താനം എന്നിവരെ യഥാക്രമം ആറ്റിങ്ങൽ, കൊല്ലം എന്നീ മണ്ഡലങ്ങളിലേക്ക് പരിഗണിച്ചതോടെ പാർട്ടിയിൽ പോരുമുറുകി. പത്തനംതിട്ടയ്ക്ക് പിന്നാലെ തൃശൂർ മണ്ഡലവും കിട്ടില്ലെന്നായതോടെ കെ സുരേന്ദ്രന്റെ പ്രതിഷേധം കടുത്തു. രണ്ടിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നാണ് സുരേന്ദ്രന്റെ നിലപാട്. പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനവും നിലപാടെടുത്തു. പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പിടിമുറുക്കിയിട്ടുണ്ട്. സീറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ആരും പ്രതിഷേധിക്കില്ലെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. തൃശൂർ സീറ്റിന്റെ കാര്യത്തിൽ തുഷാർ, അമിത്ഷാ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് എന്നിവരും സ്ഥാനാർത്ഥികളാകില്ല. ഇഷ്ട സീറ്റ് ലഭിക്കാത്തതിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ശോഭാ സുരേന്ദ്രനും MT രമേശും മത്സരിക്കാത്തത്. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് പാർലമെന്ററി ബോർഡ് നാളെ ചേരൂ. യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള ചരിത്രത്തിലെ മാറുമറയ്ക്കൽ പ്രക്ഷോഭം അടക്കമുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കിയ NCERT പാഠപുസ്തകത്തിനെതിരെ പ്രതിഷേധമുയർന്നു. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ അനുവദിച്ചു കൊടുക്കരുതെന്ന് ഡോക്ടർ രാജൻ ഗുരുക്കൾ. CBSE 9ാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലെ 70 പേജുകളാണ് NCERT ഒഴിവാക്കിയിരിക്കുന്നത്. ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് എന്ന പാഠപുസ്തകത്തിൽ നിന്നാണ് കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭങ്ങൾ പ്രതിപാദിക്കുന്ന പാഠഭാഗം നീക്കം ചെയ്തിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നടന്ന നിർണായക മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് ഇതിൽ നിർണായകം. CBSE 9ാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലെ 70 പേജുകളാണ് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനും ഒപ്പം തമിഴ്നാട്ടിലെ നാടാർ സമുദായത്തിന്റെ എതിർപ്പും പരിഗണിച്ചാണ് നടപടിയെന്നാണ് NCERTയുടെ വിശദീകരണം. വിദ്യാർത്ഥികൾക്ക് ചരിത്ര അവബോധമുണ്ടാക്കുന്നതിനാണ് ഓരോ നിർണായക സമരങ്ങളും പ്രക്ഷോഭങ്ങളും പാഠഭാഗമാക്കുന്നത്. എന്നാൽ സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ അനുവദിച്ചു കൊടുക്കരുതെന്ന് ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. വളരെയധികം ഗവേഷണ പഠനങ്ങൾ നടത്തി വിശ്വസനീയമായ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണ് ചരിത്രം. അത് കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അക്കാഡമിക് ആയിട്ടുള്ള ചരിത്ര പാഠപുസ്തകങ്ങളിൽ സാധാരണക്കാരെ ഇടപെട്ട് അവരുടെ ദുർബല വികാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജാത്യധിഷ്ഠിത സാമുദായിക സങ്കുചിത ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വാധീനം ഒരു കാലത്തും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. വസ്ത്രധാരണം നമ്മുടെ സാമൂഹിക മാറ്റങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നതിനെക്കുറിച്ചുള്ള പാഠത്തിലായിരുന്നു മാറുമറയ്ക്കൽ പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇതുൾപ്പെടെ കേരള ചരിത്രത്തിലെ കായിക ചരിത്രം, കാർഷിക പ്രക്ഷോഭങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പാഠഭാഗങ്ങളും ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ട്. 2006-07 വർഷം മുതൽ പ്രാബല്യത്തിലുള്ള പാഠപുസ്തകം NCERTയാണ് തയ്യാറാക്കിയത്. അതേ പാഠപുസ്തകങ്ങളാണ് 2017-18 പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്നലെ അന്തരിച്ച ഗോവ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന മനോഹർ പരീക്കർക്ക് രാജ്യത്തിന്റെ ആദരാഞ്ജലി. അല്പസമയത്തിനുള്ളിൽ പനാജിയിൽ സംസ്കാരം നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നേതാക്കൾ ആദരാഞ്ജലി അർപ്പിച്ചു. BJP ഓഫീസിലെത്തിച്ച മനോഹർ പരീക്കറുടെ മൃതദേഹത്തിൽ സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം പൊതുദർശനത്തിനായി പനാജിയിലെ കലാ അക്കാദമിയിലേക്ക് മാറ്റി. രാഷ്ട്രീയത്തിന് അതീതമായി ഗോവയിലെ പൊതുസ്വീകാര്യനായിരുന്നു പരീക്കർക്ക്. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ഗോവയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ BJP നേതൃത്വം പുതിയ സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. കോൺഗ്രസ് MLA-മാർ ഗവർണറെ കണ്ടു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 3 നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് പുറത്തിറക്കിയത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 ലോക്സഭാ സീറ്റുകളിലേക്കും ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുമുള്ള വോട്ടെടുപ്പിന്റെ വിജ്ഞാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ മാസം 25 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു. 3 ജവാന്മാർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ജമ്മു കശ്മീരിലെ രജൌരി ജില്ലയിൽ ഇന്ന് പുലർച്ചെ 5:30 പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തത്. സുന്ദർബൻ മേഖലയിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ എടുത്ത കോടതി അലക്ഷ്യ കേസിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഡീൻ കുര്യാക്കോസിന് കോടതി 1 മാസത്തെ സാവകാശം അനുവദിച്ചു. കേസ് 1 മാസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ 6-ന് കേസ് പരിഗണിക്കവേ ഡീനിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് ഖാനാണ് മരിച്ചത്. ഒരാഴ്ച മുന്നെയാണ് കുഞ്ഞിന് രോഗബാധ സ്ഥിരീകരിച്ചത്. ആദ്യം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഹമ്മദ് ഖാനെ പനി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം വെസ്റ്റ് നൈൽ പനിയിൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ശ്രീവരാഹത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അർജുൻ പോലീസ് പിടിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ ഫോർട്ട് സിഐയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. അർജുനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ വ്യാഴാഴ്ചയാണ് ശ്യാം എന്ന യുവാവ് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ 2 പേരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അർജുനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന മനോജ്, രജിത് എന്നിവരെയാണ് പോലീസ് നേരത്തെ പിടികൂടിയത്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കർണാടകത്തിലെ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അന്തരിച്ച കോൺഗ്രസ് എം പി എച്ച് അംബരീഷിന്റെ ഭാര്യ സുമലതയുടെ പ്രഖ്യാപനം. അംബരീഷിന്റെ പാരമ്പര്യം നിലനിർത്താനാണ് താൻ ജനവിധി തേടുന്നതെന്നും അവർ പറഞ്ഞു. മാണ്ഡ്യയിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രയായി മത്സരിക്കാൻ സുമലത തീരുമാനിച്ചത്. ആദ്യഘട്ട പ്രചാരണത്തിൽ തന്നെ മലയോര ജനതയുടെ മനം കവർന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കാർഷിക തോട്ടം മേഖലകളിൽ മികച്ച സ്വീകരണമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ജോയ്സിന് ലഭിക്കുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും പ്രചരണം ആരംഭിച്ചു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, പീരുമേട്, തൊടുപുഴ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഇടത് സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. എല്ലാ ഘടകങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ആ ആളുകളുടെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഹായവും ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വനിതാ പാർലമെന്റിന്റെ പിന്തുണയും പ്രചാരണ രംഗത്ത് ജോയ്സിന് കരുത്താണ്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണത്തിന് ഞായറാഴ്ച തുടക്കമായി. 100% ഈ പാർലമെന്റ് മണ്ഡലം ഐക്യമുന്നണിക്ക് അനുകൂലമാണ്. ഡീൻ PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. LDF സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് തുടക്കമായത്. ഇനി NDA സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമാകുന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാകും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ജന്മനാടിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വടകര LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ മണ്ഡല പര്യടനം. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു P ജയരാജൻ. കൂത്തുപറമ്പ്, പാനൂർ മേഖലകളിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും P ജയരാജൻ സന്ദർശിച്ചു. കൂത്തുപറമ്പുകാർക്ക് കുടുംബാംഗത്തെ പോലെയാണ് P ജയരാജൻ. നാടിന്റെ ജനമനസ്സറിഞ്ഞ പ്രിയ നേതാവിന്റെ വലിയ വിജയം കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. വടകരയുടെ ജനമനസ് തേടിയുള്ള P ജയരാജന്റെ പര്യടനം കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ എത്തിയപ്പോൾ എങ്ങും ലഭിക്കുന്നത് സ്നേഹോഷ്മളമായ സ്വീകരണം. 3 തവണ P ജയരാജനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിച്ച കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. പ്രചരണത്തിൽ P ജയരാജൻ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. വലിയ നിലക്കുള്ള സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കുന്നത്. അത് പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടിയാണ്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കന്നി വോട്ടർമാരായിട്ടുള്ള ആളുകൾ അവർ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഈ പര്യടനത്തിലുണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പ്, പാനൂർ മേഖലകളിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും പി ജയരാജൻ സന്ദർശിച്ചു. പാട്യം, മൊകേരി ഈസ്റ്റ്, പാനൂർ, പുത്തൂർ, ചെറുവാഞ്ചേരി, കോട്ടയം സൗത്ത്, കോട്ടയം നോർത്ത്, കൂത്തുപറമ്പ് ഈസ്റ്റ്, കൂത്തുപറമ്പ് വെസ്റ്റ് തുടങ്ങിയ മേഖലകളിലായിരുന്നു വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പര്യടനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ആവേശകരമായ സ്വീകരണം. MP എന്ന നിലയിൽ കർഷക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട ശ്രീമതി ടീച്ചർക്ക് UDF കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ജനത PK ശ്രീമതി ടീച്ചർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. മലയോര കർഷകർക്ക് വേണ്ടി ശ്രീമതി ടീച്ചർ കഴിഞ്ഞ 5 വർഷം നടത്തിയ ഇടപെടലുകളാണ് ഈ സ്വീകാര്യതയ്ക്ക് പിന്നിൽ. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആലക്കോട്, തിമിരി, തേർത്തല്ലി, കാർത്തികപുരം, കൊട്ടയാട്, ചെമ്പേരി, വഞ്ചിയം തുടങ്ങിയ മേഖലകളിലൂടെയായിരുന്നു പര്യടനം. എല്ലായിടത്തും ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. വളരെയധികം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ആവേശവും സന്തോഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും സ്ഥാനാർത്ഥിയോടും നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾ, കർഷകർ, സുഹൃത്തുക്കൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടത്. ഞായറാഴ്ച ദിവസം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ കണ്ടും ശ്രീമതി ടീച്ചർ പിന്തുണ അഭ്യർത്ഥിച്ചു. ആലക്കോട് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ആന്റണി ആനക്കല്ല്, ചെമ്പേരി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് കാഞ്ഞിരങ്ങാട് എന്നിവരെയും സന്ദർശിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.